എൻ്റെ പേര് ജൈനമ്മ ജോസ്. ഞാൻ കഞ്ഞിക്കുഴിയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 സെപ്റ്റംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് 3 ആൺകുട്ടികളാണുള്ളത്. മൂത്ത മകന് 27 വയസ്സായപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഒരു 29 വയസ്സാകുമ്പോഴെങ്കിലും അവനൊരു കല്യാണം റെഡിയായി വരണമെന്നുള്ള ആഗ്രഹത്തിലാണ് അന്നിവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ആദ്യം അവൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് ഞാൻ എഴുതിയിരുന്നത്. രണ്ടാമതായി എഴുതിയത് നല്ലൊരു അവന് ദൈവഭയമുള്ള ഒരു ജീവിത പങ്കാളിയെ നൽകണമെന്ന് ഞാൻ എഴുതിയിരുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ കുടുംബവുമായി 8 വർഷമായിട്ട് ഞങ്ങൾ അകന്നു കഴിയുമായിരുന്നു. ഇപ്പം അതെല്ലാം മാറി അവരുമായിട്ട് ഒരുമിച്ച് 2 വർഷമായി ഞങ്ങൾ ആ വീട്ടിൽ ഒന്നിച്ച് പെസഹ അപ്പം മുറിക്കാനും എല്ലാത്തിനും നന്നായി പങ്കെടുത്തു പോകുന്നു. അതുപോലെ മകൻ്റെ കല്യാണം 2 വർഷത്തിനുള്ളിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചത് 1 വർഷമായി. പിറ്റേ 2019 സെപ്റ്റംബർ ആയപ്പോഴേക്കും കല്യാണം ഉറപ്പിച്ച്. അതായത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലെ കണ്ണൂരിൽ നിന്നാണ് ഒരു കല്യാണാലോചന വന്നത്. അപ്പം ഞങ്ങൾ അത് ദൂരമായതുകൊണ്ട് വേണ്ടായെന്ന് പറഞ്ഞു. എൻ്റെ ജീവിത പങ്കാളിക്ക് 2 കാലിൻ്റെ മുട്ടിനും തേയ്മാനവും ഒക്കെയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ദീർഘയാത്രയൊന്നും ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അത് വേണ്ടാന്നങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് അവരാദ്യം തന്നെ പെണ്ണിൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞത് എൻ്റെ മകൾ ഒരു ദൈവഭയമുള്ള കുട്ടിയാണ്, മകളായതുകൊണ്ട് പറയുവല്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഇത് തീർച്ചയായിട്ടും ഇത് മാതാവ് ഇടപെട്ട കാര്യമാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ആ ആലോചനയായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ഞങ്ങൾക്ക് പെണ്ണ് കാണാൻ പോകാനോ ഒന്നും ഇത്രയും ദൂരമായതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് അവർ മംഗലാപുരത്ത് ജോലി ഉണ്ടായിരുന്ന പെണ്ണിനെ റിസൈൻ ചെയ്തിട്ട് കോട്ടയത്ത് കൊണ്ട് OET പഠിക്കാനാക്കി. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് പോയി പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. അപ്പോഴെൻ്റെ ജീവിത പങ്കാളിക്ക് കല്യാണം വിളിക്കാൻ പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമമായപ്പോൾ ഞാൻ പറഞ്ഞ് ആദ്യം നമുക്ക് കൃപാസനത്തിൽ ചെന്ന് മാതാവിനെ കല്യാണം വിളിക്കുക, അത് കഴിയുമ്പോൾ എല്ലാം റെഡിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 2019 ഡിസംബർ 31-ാം തീയതി ഞാനിവിടെ വന്ന് മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അമ്മേ മാതാവേ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് വീട്ടിൽ വന്നെല്ലാം നടത്തി തരണം. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്ത് 12 കൊട്ട നിറയെ ശേഖരിച്ചെന്ന് പറഞ്ഞല്ല. 12 കൊട്ടയിലൊന്നും ഇല്ലെങ്കിലും 1 കൊട്ട അധികം വന്നാലും കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ട് അമ്മ നടത്തി തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിവിടുന്ന് പോയി ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്നേക്കാളും മുമ്പേ മാതാവ് വീട്ടിലെത്തിയെന്നുള്ളതാണ്. ഞാൻ ബസ്സിൽ നിന്നിറങ്ങി റോഡിൻ്റെ 2 സൈഡിലുമുള്ള വീടുകളിലെല്ലാം പത്രം കൊടുത്താണ് പോയത്. അങ്ങനെ അവസാനം എൻ്റെ വീടെത്താറായപ്പം 2 പത്രമുണ്ട്. അയലോകത്തെ വീട്ടിലെ ചേച്ചിക്ക് 1 പത്രം കൊടുത്തു. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള 1 പത്രവുമായി ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ആ ചേച്ചി മറുവശത്ത് കൂടി വീട്ടിൽ വന്നിട്ട് എന്നോട് എനിക്ക് തേൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു തേനൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, കതക് തുറക്കട്ടെ, വീടിനകത്തുണ്ട്, എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം പുറത്തുനിന്നും കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എൻ്റെ ജീവിത പങ്കാളി കുറച്ചങ്ങ് മാറി 2-3 പണിക്കാരുമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കതക് തുറക്കാനായിട്ട് ചെന്ന് കതകെ തൊടുമ്പോഴത്തേക്കിന് അതിന് അകത്തു നിന്ന് ആരോ കതക് തുറക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ശരിക്കും കതകിൻ്റെ കൊളുത്തും ഓടാമ്പലൊക്കെ അനങ്ങി, കതകുമൊക്കെ അനങ്ങി. അപ്പം ആരോ അകത്തുണ്ടെന്ന് ഓർത്ത് ഞാൻ ഭയപ്പെട്ട് അകത്ത് കയറാൻ മടിച്ചു നിന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ആ ചേച്ചിക്ക് ഇച്ചിരി കേൾവിക്കുറവുണ്ട്. എന്നിട്ടും ആ ചേച്ചി സൗണ്ട് കേട്ടു. ആ ചേച്ചി പറഞ്ഞ് കേൾക്കാൻ വയ്യാത്ത ഞാനും കേട്ടല്ലോ ഈ ശബ്ദം. അപ്പോൾ ആരാണ് അകത്ത് എന്നറിയത്തില്ലല്ലോ. ഞാൻ എൻ്റെ ഇളയ മോൻ അവിടെ ഉണ്ടെന്ന് ഓർത്ത് അവനെ വിളിച്ച് നടന്നിട്ട് അവനെങ്ങും വീടിനകത്തില്ല. പിന്നെ വീടിനകത്ത് കയറാൻ മടിച്ചിരുന്ന ഞാൻ അവസാനം കതക് തുറന്ന് പതുക്കെ അകത്ത് കടന്നു. അകത്തൊക്കെ ചെന്നു കതകിൻ്റെ മൂലയിലും കട്ടിലിൻ്റെ അടിയിലും എല്ലായിടത്തും നോക്കിയിട്ട് അവിടെ എങ്ങും ഒരു മനുഷ്യരും ഇല്ല. അപ്പം എന്ന് വെച്ച് ഞാൻ ഒത്തിരി സമയം തപ്പി നടന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു തേൻ താ, ഞാൻ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു അല്ലേ ആരാ, പിന്നെ കതക് തുറക്കാൻ ശ്രമിച്ച പോലെ തോന്നിയല്ലോ, അത് ആരാണെന്ന് എനിക്കറിയത്തില്ലല്ലോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് അത് കള്ളനൊന്നുമല്ല, അമ്മ വന്നിട്ട് പോയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുടുംബ വീട് അടുത്തായിരുന്നത് കൊണ്ട് ഞാൻ ഓർത്തിനി അമ്മ വന്ന. അപ്പോൾ എന്നിട്ട് അമ്മ എന്നെ കാണാതെയാണല്ലോ പോയെന്ന് ഞാൻ പറഞ്ഞു. അത് ആ അമ്മയല്ല, കൃപാസനത്തിൽ പോയത് എന്തിനാ, അമ്മയെ വിളിക്കാനല്ലേ. അമ്മ വന്ന് നിന്നേക്കാളും മുമ്പേ വീട്ടിൽ വന്നിട്ട് അമ്മ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ശരിക്കും അത് അമ്മ തന്നെയാണെന്ന് ബോധ്യമായി. കാരണം ആ ചേച്ചി എന്നോട് പറയുകയാണ് എനിക്ക് തേനിൻ്റെ ആവശ്യമില്ലായിരുന്നു, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങോട്ടിപ്പോൾ തേനും ചോദിച്ച് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ ഇത് നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എന്നെ അമ്മ കൂട്ടിക്കൊണ്ട് വന്നതാണെന്നാണ് തോന്നുന്നത്.
എന്ന് പറഞ്ഞ്. അപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി അമ്മ കല്യാണം വിളിച്ചിട്ട് പോയി എന്നേക്കാളും മുമ്പേ അമ്മ എൻ്റെ വീട്ടിൽ വന്നെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലെ കല്യാണം നല്ല മനോഹരമായിട്ടെല്ലാം നടന്നു കിട്ടി. അതുപോലെ ദൈവപേടിയുള്ള ഒരു പെങ്കൊച്ച. അപ്പോൾ പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഒരുപാട് വൈകാതെ ഒരു കുഞ്ഞിനെയും കൂടി തന്നാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം ഇപ്പം തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും മേലാഴികയൊക്കെ ഉള്ളവരാണ്. അപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനോ വളർത്താനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജീവിത പങ്കാളിയുടെ കൈക്കും കാലിനുമൊക്കെ പ്രശ്നമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. അതനുസരിച്ച് മാതാവ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചതുപോലെ ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ 2ാമത്തെ മകനാണെങ്കിൽ ആർമിയിലായിരുന്നു. അവനെ ജമ്മു കാശ്മീരിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഞങ്ങൾ ഒത്തിരി ഭയപ്പെട്ടു. അവിടെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമായതുകൊണ്ട് അവനെ അങ്ങോട്ട് വിട്ടാൽ എങ്ങനെയാണ്. ഞാനിവിടെ വന്ന് മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിലിരുന്ന് 2 നേരം അവന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ഒരു പണി അറിയാൻ വയ്യാതെ എൻ്റെ മകനെ അവർ തന്നെ കമ്പ്യൂട്ടർ പഠിപ്പിച്ച് ഓഫീസ് വർക്ക് കൊടുത്ത് അവിടെ ഇരുത്തി. ഇപ്പോൾ 2 വർഷമായി. ഈ ജനുവരിയിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയതാണ്. എന്നിട്ട് തിരിച്ച് 2 മാസം കൂടി അവിടെ ഇരിക്കാൻ അവിടെ ആളില്ല എന്നും പറഞ്ഞ് അവിടെ ഇരുത്തിയിരിക്കുക. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് മാതാവ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഈ കഴിഞ്ഞ മാർച്ച് 22-ാം തീയതി ഞാൻ വീട്ടിലിരുന്ന് മൊബൈലിലൂടെ ഇവിടുത്തെ ശുശ്രൂഷ കാണുന്നുണ്ടായിരുന്നു. ഈ നോയമ്പുകാലം മുഴുവനും കാണുന്നുണ്ടായിരുന്നു. അതുപോലെ 22-ാം തീയതി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് മൊബൈലെ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് അനിതയെന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ അൾത്താരെ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ മൊബൈലിലേക്ക് നോക്കിയപ്പം 2 മാതാവ് നിൽക്കുന്നതായിട്ട് തോന്നി. ഇപ്പം നിൽക്കുന്ന മാതാവിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഈ പെൺകുട്ടിയുടെ പുറകിലായിട്ട് മാതാവ് നിൽക്കുന്നു. അപ്പം ഞാൻ ഓർത്തു, ഇത്രയും ദിവസം ഞാൻ ഈ മൊബൈലിലൂടെ നോക്കിയിട്ട് ഈ 2 മാതാവിനെ കണ്ടില്ലല്ലോ, ഇപ്പം എങ്ങനെയാണ് 2 മാതാവ് വന്നേ? ഞാനത് തന്നെ പറഞ്ഞുകൊണ്ട് മാതാവിനെ തന്നെ നോക്കി നിന്നു. അങ്ങനെ നോക്കി നിന്നപ്പം കണ്ണുകളൊക്കെ തുറക്കുകയും ചലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ശരിക്കും തെളിഞ്ഞു വന്നിട്ട് ആ മാതാവ് പെട്ടെന്ന് മാഞ്ഞു പോയി. അപ്പോൾ തന്നെ എനിക്ക് ആ സാക്ഷ്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ ഫോൺ വിളിച്ച് എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെ കൃപാസനം ആൾത്താരെ മാതാവ് ഉണ്ടെന്ന് അച്ഛൻ പറയുന്നത് പോലെ ശരിക്കും മാതാവിനെ ഞാൻ കണ്ടെന്ന് ഞാൻ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു. അങ്ങനെ മാതാവ് എന്നെ കാണിച്ചു തന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളും. പിന്നെ ഈ ഇവിടെ ഞാൻ വരാൻ തുടങ്ങിയിട്ട് തന്നെ 16 വർഷമായി. കഴിഞ്ഞ ഒരു വർഷം മാത്രമേ വരാതിരുന്നുള്ളൂ. ഈ 16 വർഷത്തിൽ ഞാൻ ഈ പന്തൽ ഇവിടെ ഷീറ്റായിരുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വരുമായിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ ഒത്തിരി കാഴ്ചകൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. TV-യിലൂടെ ആയാലും ഒക്കെ. ഒരു പ്രാവശ്യമാണെങ്കിൽ TV-യിലൂടെ ഞാൻ നോക്കിയപ്പം വലിയൊരു പൂ പോലെയാണ് കണ്ടത്. ഞാൻ കുറച്ച് നേരം നോക്കി. അത് ഞാൻ സാക്ഷ്യ പേപ്പറിൽ എഴുതാത്തൊരു കാര്യമാണ്. ഒരു പൂ വിടർന്ന് നിൽക്കുന്നത് പോലെ തോന്നി. ഞാൻ അതേ തന്നെ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴത്തേക്കിന് അത് അച്ഛൻ്റെ കൈയാണോ എന്ന് ഞാൻ ആദ്യം ഓർത്തു. കൈവെള്ളയിൽ കൊന്ത വെച്ചിരിക്കുന്നത് പോലെ തോന്നി. പിന്നെ കുറച്ച് സമയം അങ്ങനെ തന്നെ നോക്കിയിരുന്നപ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലായി, ഇത് ജോസഫച്ചൻ്റെ കൈ ചെറിയ കൈയാണല്ലോ, ഇത് വലിയ ഒരു കൈയാണ് ഞാൻ കാണുന്നത്. പിന്നെ എനിക്കത് മനസ്സിലായി, കൈവെള്ളയെ കൊന്തയല്ല, രക്തം തളം കെട്ടിക്കിടക്കുന്ന കർത്താവിൻ്റെ കരമാണ് എന്നെ കാണിച്ചത്. ആ സമയം ഞാൻ ഈ പന്തലിലിരുന്ന് വിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൈകാലുകൾക്കെല്ലാം വേദനയാണ്. മുന്നിലും പുറകിലും ഒക്കെ ഒത്തിരി കൊച്ചുപിള്ളേരൊക്കെ ഇരുന്ന് ചവിട്ടുന്നു. എനിക്ക് അനങ്ങാനും മേലെ തിരിയാനും വയ്യ. അമ്മേ മാതാവേ, ഞാൻ എന്തിനാണ് ഇനി വരുന്നത്? ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല. എനിക്ക് വേദന കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ മാതാവേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ TV-യിലൂടെ ഇത് കണ്ടത്. ആദ്യം പൂവാണെന്നൊക്കെ ഓർത്തു, പിന്നെ അച്ഛൻ്റെ കൈയായിരിക്കുമെന്ന് ഓർത്തു. പിന്നെ എനിക്കത് ബോധ്യപ്പെട്ടു, കർത്താവിൻ്റെ കൈയാണെന്നു. ഞാൻ കൈവെള്ളയിൽ കണ്ടത് കൊന്തയല്ല, ആണി തറച്ച ആണിയും രക്തവുമാണ് കണ്ടതെന്ന് എനിക്ക് ബോധ്യമായി. ആ നിമിഷം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു വചനമാണ് വന്നത്. എൻ്റെ വേദനകളുടെ മുമ്പിൽ നിൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എന്നുള്ള ആ വചനം കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു, ബോധ്യപ്പെടുത്തി. അപ്പം തൊട്ട് എൻ്റെ സങ്കടങ്ങളൊക്കെ തീർന്നു. പറയട്ടെ, വളരെ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യത്തിൻ്റെ ഒരു സാക്ഷ്യമാണത്. അതായത് ഒന്ന് മകൻ്റെ വിവാഹം തന്നെയാണ്. പ്രതി അമ്മ ആഗ്രഹിച്ചതുപോലെ നടന്നു എന്നുള്ളതാണ്. അതായത് ആദ്യം ക്ഷണിച്ചത് പരിശുദ്ധ അമ്മയെയാണ്. അപ്പോൾ അമ്മ ജനമചേച്ചി വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഭവനത്തിലെത്തി സ്വാഗതം ചെയ്തു എന്നുള്ളതാണ്. കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണ്. ഉടമ്പടിയുടെ
പ്രമേയം അത് തന്നെയാണ്. പുറപ്പാട് 33:10 പറയും, ദൈവം നിൻ്റെ കൂടെ വരും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടനീളം അനുഭവിക്കുകയാണ് ചെയ്തത്. അത് അയൽവക്കത്തെ ചേച്ചി പോലും അനുഭവിച്ചു എന്നുള്ളതാണ്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൻ്റെ വലിയ സാന്നിധ്യം. പിന്നെ അതിന് കാരണമാകുന്ന 8 വർഷമായിട്ട് സഹോദരനുമായിട്ടുള്ള പിണങ്ങിയിരിക്കുന്നത്, അതായത് ഉടമ്പടി പ്രാർത്ഥനയിൽ ആത്മവിശുദ്ധീകരണ നടപടികളിൽ 3ാമത്തെ നടപടിയാണ് വെറുപ്പ്, വിദ്വേഷം, പക അതുണ്ടെങ്കിൽ. അങ്ങനെ അത് വിശുദ്ധീകരണമാണ്. ക്ഷമിക്കുമ്പോൾ വലിയ വിശുദ്ധീകരണം മനസ്സിൽ, ശരീരത്തിൽ, ജീവിതത്തിൽ അത് അനുഭവമായി തീരുകയാണ്. അപ്പം അങ്ങനെ വിശുദ്ധി വന്നപ്പോൾ ദൈവത്തെ ദർശിച്ചു. ഹൃദയവിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്നുള്ളതാണ്. അത് ദൈവത്തെ ദർശിക്കാൻ, അമ്മയെ ദർശിക്കാൻ, അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വലിയ ഇടപെടൽ ഈ സാക്ഷ്യത്തിൽ ദൈവം കൊടുത്തിരിക്കുകയാണ്. കാലങ്ങളായിട്ട് കൃപാസനം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ജെനമിൻ ജോസിൻ്റെ കുടുംബത്തെ ദൈവം സമർത്ഥമായി അനുഗ്രഹിച്ചാണ്. ഈ സാക്ഷ്യം കേട്ടും കണ്ടും പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും സാക്ഷ്യത്തോട് ചേർത്ത് സമർപ്പിക്കട്ടെ.